കാർഷിക വാർത്തകൾ. നാളികേര ഉൽപ്പന്നങ്ങൾ ചരിത്ര നേട്ടത്തിൽ. അന്താരാഷ്ട്ര മാർക്കറ്റിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കുരുമുളക് വില ഉയരുന്നു. ഏലം വിപണിയിൽ ആഭ്യന്തര വാങ്ങലുകാർക്ക് ഒപ്പം കയറ്റുമതിക്കാരും സജീവം. വിളവെടുപ്പ് വേളയിൽ പച്ചത്തേങ്ങയ്ക്കും കൊപ്രയ്ക്കും നേരിട്ട ക്ഷാമം മില്ലുകളുടെ പ്രവർത്തനങ്ങളെ ഭാഗികമായി ബാധിച്ചു. അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമം മൂലം വെളിച്ചെണ്ണ ഉൽപ്പാദനത്തിൽ കുറവ് സംഭവിച്ചു. സംസ്ഥാനത്ത് നാളികേര വിളവെടുപ്പ് വേളയാണെങ്കിലും നിത്യാവശ്യങ്ങൾക്കുള്ള തേങ്ങ മാത്രമേ വിപണികളിൽ എത്തുന്നുള്ളൂ. ഇതിനിടയിൽ തമിഴ്നാട്ടിലെ വൻകിട മില്ലുകാർ അതിർത്തി ജില്ലകളിൽ നിന്നും നാളികേരം ശേഖരിക്കുന്നുണ്ട്. കൊച്ചിയിൽ കൊപ്ര റെക്കോർഡ് വിലയായ 15,700 രൂപയിൽ ഇടപാടുകൾ നടന്നു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കുരുമുളക് വില ടണ്ണിന് $10,000 അടുത്തു. ആഗോളതലത്തിൽ കുരുമുളകിന് ആവശ്യം ഉയരുന്നതിനിടയിൽ ഉൽപാദന രാജ്യങ്ങൾ ചരക്ക് കയറ്റുമതിക്ക് ക്ലേശിച്ചതാണ് വിപണി ചൂടുപിടിക്കാൻ വഴിയൊരുക്കിയത്. വാങ്ങലുകാർ ലഭ്യത ഉറപ്പുവരുത്താൻ ഉൽപാദന രാജ്യങ്ങളിൽ നേരിട്ടിറങ്ങിയത് വിലക്കയറ്റത്തിന് വേഗത പകർന്നു. ഇതിനിടയിൽ മലേഷ്യൻ കയറ്റുമതിക്കാർ കുരുമുളക് വില ടണ്ണിന് $9,800 ഉയർത്തി. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് വില 300 രൂപ ഉയർന്ന് 68,200 രൂപയായി. ഹൈറേഞ്ചിലെയും മറ്റു ഭാഗങ്ങളിലെയും ഏലത്തോട്ടങ്ങൾ പലതും വരൾച്ചയിൽ. വരൾച്ച തുടരുന്നതിനാൽ തോട്ടങ്ങളിൽ രാസവളങ്ങൾ പ്രയോഗിക്കുന്നതിൽ നിന്നും പലരും പിന്തിരിഞ്ഞു. ഈ നില തുടർന്നാൽ അടുത്ത സീസണിൽ വിളവ് കുറയുമെന്ന ആശങ്കയിലാണ് കർഷകർ. വണ്ടൻമേട്ടിൽ നടന്ന ലേലത്തിൽ ശരാശരി ഇനങ്ങൾ കിലോ 2,706 രൂപയിലും മികച്ച ഇനങ്ങൾ 3,053 രൂപയിലും കൈമാറി. ആഭ്യന്തര വാങ്ങലുകാർക്കൊപ്പം കയറ്റുമതി സമൂഹവും ലേലത്തിൽ പങ്കുചേർന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മൃഗങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് വിള ഇൻഷുറൻസ് പദ്ധതിയിൽ പരിരക്ഷ ഉറപ്പാക്കണമെന്ന് പാർലമെന്ററി സമിതി. വിളാവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് തടയാൻ നെൽ കർഷകർക്ക് ക്വിന്റലിന് 100 രൂപ വീതം സാമ്പത്തിക സഹായം നൽകണമെന്നും സമിതി ശുപാർശ ചെയ്തു. വിള ഇൻഷുറൻസ് പദ്ധതി അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന മൃഗങ്ങൾ മൂലമുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾക്ക് പരിരക്ഷ നൽകണമെന്നാണ് പാർലമെന്ററി കമ്മിറ്റി വ്യക്തമാക്കുന്നത്. സർക്കാരിന്റെ വിള ഇൻഷുറൻസ് പദ്ധതിയായ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയ്ക്ക് കീഴിൽ സഹായം ഉറപ്പാക്കാനാണ് നിർദ്ദേശം. വിള അവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് തടയാൻ നെൽകർഷകർക്ക് ക്വിന്റലിന് 100 രൂപ വീതം സാമ്പത്തിക സഹായം നൽകണമെന്നും സമിതി ഇതിനോടൊപ്പം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ, കീടങ്ങളുടെ ആക്രമണം, മറ്റ് പ്രതികൂല സാഹചര്യങ്ങൾ എന്നിവ കാരണം വിളനാശം സംഭവിക്കുന്ന സാഹചര്യത്തിൽ കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് കൃഷി, മൃഗസംരക്ഷണം, ഭക്ഷ്യസംസ്കരണം എന്നിവയ്ക്കുള്ള പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ലോക്സഭയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സർക്കാരിന്റെ ലക്ഷ്യം കാർഷിക മേഖലയുടെ വികസനമെന്ന് സംസ്ഥാന കൃഷിമന്ത്രി P. പ്രസാദ്. 7,273 കോടി രൂപയുടെ നെല്ല് സംഭരിച്ചതായും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ കാർഷിക മേഖലയുടെ സമഗ്രമായ വികസനവും മുന്നേറ്റവുമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും സമയബന്ധിതമായി കാർഷിക മേഖലയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് വകുപ്പെന്നും കൃഷിമന്ത്രി P. പ്രസാദ് വ്യക്തമാക്കി. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിന്റെ കണക്ക് പ്രകാരം നെല്ലിന്റെ ഉൽപാദനക്ഷമതയിൽ 2020-21 ഹെക്ടറിന് 3,091 കിലോഗ്രാം എന്ന നിലയിൽ നിന്നും ഹെക്ടറിന് 3,108 കിലോഗ്രാമിലേക്ക് എത്തി. നെല്ലിന്റെ സംഭരണത്തിന്റെ കാര്യത്തിലും ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നെല്ലിന്റെ സംഭരണ വില നൽകുന്നതിനുമപ്പുറം മറ്റു പദ്ധതി ആനുകൂല്യങ്ങളും നെൽ കർഷകർക്ക് ലഭിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ കർഷകർക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഈ സർക്കാരിന്റെ കാലയളവിൽ ഏതാണ്ട് 7,273 കോടി രൂപയുടെ നെല്ലാണ് സംഭരിച്ചത്. ഏതാണ്ട് 269 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ നെൽകൃഷി മേഖലയിൽ നൽകിയിട്ടുമുണ്ട്. നെൽകൃഷി മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കായി 257 കോടിയിലധികം രൂപ വിനിയോഗിച്ച് കൃഷി പ്രോത്സാഹിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. നാളികേരത്തിന്റെ കാര്യത്തിലും നമ്മൾ നല്ല മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ടെന്നും കീടരോഗങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയിൽ കർഷകരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ വകുപ്പിനായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 232 കേരഗ്രാമങ്ങൾ കേരളത്തിൽ യാഥാർത്ഥ്യമായിട്ടുണ്ടെന്നതും അഭിമാനമുള്ള വസ്തുതയാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉൽപാദനം ഉയർന്നതോടെ മലയിഞ്ചി വില കുത്തനെ ഇടിഞ്ഞു. വിളവെടുപ്പ് കൂലി പോലും കൊടുക്കാനാകാതെ കർഷകർ. ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിൽ ഉൽപാദനമുയർന്നതോടെ മലയിഞ്ചി വില കുത്തനെ താഴ്ന്നു. 130 രൂപ വിലയുണ്ടായിരുന്ന ഉണങ്ങിയ മലയിഞ്ചി വില 75 രൂപയായും 40 രൂപ വരെ വിലയുണ്ടായിരുന്ന പച്ച മലയിഞ്ചി വില 20 രൂപയിലേക്കുമാണ് താഴ്ന്നത്. മുൻവർഷം ഇതേ സമയം ഉണങ്ങിയ മലയിഞ്ചിക്ക് 90 മുതൽ 100 രൂപ വരെ ലഭിച്ചിരുന്നു. വൻതോതിൽ മലയിഞ്ചി കൃഷി ചെയ്ത കർഷകർക്ക് വിളവെടുത്ത് സംസ്കരിക്കുന്ന കൂലി പോലും ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. കീട രോഗബാധകൾ തീരെയില്ലാത്തതും കാട്ടുപന്നി ശല്യം ഉണ്ടാവില്ലെന്നതുമാണ് മലയിഞ്ചി കൃഷി ചെയ്യാൻ കർഷകരെ പ്രേരിപ്പിച്ചത്. കുറഞ്ഞ പരിചരണം മതിയെന്നതിനാൽ തൊഴിലാളികളുടെ സേവനവും അധികമായി ആവശ്യം വരില്ല. ഹൈറേഞ്ചിലെ വിവിധ കമ്പോളങ്ങളിൽ നിന്നും
ഡൽഹി, മുംബൈ എന്നീ സ്ഥലങ്ങളിലേക്കാണ് മലയിഞ്ചി കയറ്റി അയക്കുന്നത്. ബാം നിർമ്മാണ കമ്പനികൾ ഉൾപ്പെടെ മരുന്ന് കമ്പനികളാണ് പ്രധാന ഉപഭോക്താക്കൾ. ഫെബ്രുവരി മുതൽ ജൂൺ വരെയാണ് പ്രധാനമായും മലയിഞ്ചി വിളവെടുക്കുന്നത്. ഒട്ടേറെ കർഷകർ ഇടവിളയായും മലയിഞ്ചി കൃഷി ചെയ്യാറുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മത്സ്യബന്ധന മേഖലയിൽ MSc സർട്ടിഫിക്കേഷനെ പിന്തുണയ്ക്കാൻ കേരള സർക്കാർ. ഈ മേഖലയിലെ സുസ്ഥിരത നിലനിർത്താൻ സഹായിക്കുന്നതാണ് സർട്ടിഫിക്കേഷൻ. മത്സ്യബന്ധന മേഖലയിലെ സുസ്ഥിരത നിലനിർത്താൻ സഹായിക്കുന്ന മറൈൻ സ്റ്റുവാർഡ്ഷിപ്പ് കൗൺസിൽ സർട്ടിഫിക്കേഷനുള്ള സംരംഭങ്ങളെ സർക്കാർ പിന്തുണയ്ക്കുമെന്ന് കേരള ഫിഷറീസ് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി B. അബ്ദുൾ നാസർ പറഞ്ഞു. കേരളത്തിന്റെ സമുദ്രവിഭവങ്ങളുടെ മാനേജ്മെന്റ് ചുമതലയുള്ള ഫിഷറീസ് വകുപ്പ് ഗവേഷണ സ്ഥാപനങ്ങൾ നിർദ്ദേശിക്കുന്ന ഉചിതമായ മാനേജ്മെന്റ് നടപടികൾ നടപ്പിലാക്കുമെന്നും ഉറപ്പു നൽകി. വിഭവശോഷണം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയുൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ നിലവിൽ മത്സ്യബന്ധന മേഖല അഭിമുഖീകരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ കടൽപ്പായൽ കൃഷി 10 വർഷത്തിനുള്ളിൽ 3277 കോടി രൂപയിലെത്തും. 4 ലക്ഷം കുടുംബങ്ങൾക്ക് സ്ഥിരമായ ഉപജീവനമാർഗം സാധ്യമാകുമെന്നും റിപ്പോർട്ട്. നിലവിൽ 200 കോടി രൂപ വിലമതിക്കുന്ന ഇന്ത്യയുടെ കടൽപ്പായൽ മേഖല അടുത്ത ദശകത്തിനുള്ളിൽ 3277 കോടി രൂപയായി ഉയരുമെന്നും ഇത് 1.6 ദശലക്ഷം ജീവിതങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും പ്രൈമസ് പാർട്ട്നേഴ്സിന്റെ റിപ്പോർട്ട്. 4 ലക്ഷം കുടുംബങ്ങൾക്ക് സുസ്ഥിരമായ ഉപജീവന മാർഗം ഉറപ്പാക്കാൻ സാധിക്കുമെന്നതാണ് വിലയിരുത്തൽ. ഇന്ത്യയുടെ വിശാലമായ തീരപ്രദേശവും ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പോലുള്ള പ്രദേശങ്ങളും വലിയ തോതിലുള്ള കടൽപ്പായൽ കൃഷിക്ക് വലിയ സാധ്യതകൾ തുറന്നു നൽകുന്നുണ്ട്. എന്നാൽ സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും ആഗോള കടൽപ്പായൽ ഉൽപ്പാദനത്തിൽ നിലവിൽ 1% താഴെ മാത്രമേ സംഭാവന ചെയ്യുന്നുള്ളൂ. ഭക്ഷ്യവസ്തുക്കൾ, ഔഷധങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, കൃഷി തുടങ്ങിയ വ്യവസായങ്ങൾ കടൽപ്പായൽ കൃഷിക്ക് ആവശ്യകതകൾ വർദ്ധിച്ചു വരികയാണ്. കടൽ വിഭവങ്ങളിൽ നിന്നുള്ള വരുമാനത്തിൽ ഒരു പ്രധാന ചാലകശക്തിയായി മാറാൻ ഇതിന് സാധ്യതയുണ്ട്. എന്നാൽ വിത്തുഗുണ നിലവാരം, ലോജിസ്റ്റിക്കൽ തടസ്സങ്ങൾ, പരിമിതമായ വിപണി ബന്ധങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന വെല്ലുവിളികൾ ഈ മേഖലയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വേനൽ ചൂടിൽ ഏല കർഷകർക്കും രക്ഷയില്ല. ഉയർന്ന താപനില ഉൽപാദനത്തെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. വേനൽ ചൂടിൽ ഏലം കർഷകരുടെ പ്രതീക്ഷകൾ പാടെ തെറ്റിയിരിക്കുകയാണ്. ഫെബ്രുവരി മുതലുള്ള കടുത്ത ചൂടിനെ പ്രതിരോധിക്കാനാകാതെ നശിക്കുകയാണ് ഏലച്ചെടികൾ. ഇലകൾ ആദ്യം കരിഞ്ഞു വീഴും. ഈർപ്പം നഷ്ടപ്പെട്ട തണ്ടിനെയും ഉണക്കു ബാധിക്കും. ഇതുവരെ മഴ ലഭിക്കാത്തതിനാൽ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. മൃദുവായ വേരുകളുള്ള ഏലച്ചെടിക്ക് കഠിനമായ വെയിൽ താങ്ങാനാവില്ല. വേരിന് ഉണക്കു ബാധിച്ചാൽ ചെടിയുടെ നിലനിൽപ്പിനെ ബാധിക്കും. 3 വർഷം വരെ പ്രായമായ ഏലച്ചെടികൾക്കാണ് ഇപ്പോൾ ഉണക്കു ബാധിച്ചിരിക്കുന്നത്. മുരടിച്ചു നിൽക്കുന്ന ചെടിയിൽ നിന്ന് വിളവ് കുറയും. 1 കിലോ മുതൽ 1.5 കിലോ വരെ ഏലക്കയാണ് ഒരു ചെടിയിൽ നിന്ന് സാധാരണ കിട്ടുക. എന്നാൽ ഇക്കുറി 30% കുറയുമെന്നാണ് വിലയിരുത്തുന്നത്. കാപ്പിച്ചെടികൾക്ക് നൽകുന്നതുപോലെ തുടർച്ചയായ നന ഏലച്ചെടിക്ക് ഗുണം ചെയ്യില്ല. ജലദൗർലഭ്യം മിക്ക കർഷകർക്കും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. വൈകി മഴ പെയ്താൽ തണ്ടു ചീയുന്ന രോഗത്തിനും കാരണമാകുമെന്നാണ് കർഷകരുടെ ആശങ്ക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 195, RSS 5 191, ലാറ്റക്സ് 134, ജാതിക്ക 370, ജാതിപത്രി 1800 മുതൽ 2100 വരെ, ഗ്രാമ്പു 920, അടയ്ക്ക 260, കാപ്പിക്കുരു 275, കൊക്കോ പരിപ്പ് 650, കുരുമുളക് ഗാർബിൾ 70,200, കുരുമുളക് അൺഗാർബിൾ 68,200, ഏലക്ക 2,600 മുതൽ 2,650 വരെ, വെളിച്ചെണ്ണ 23,100, കൊപ്ര 17,300, ചുക്ക് 22,500.